അതായത് ഞാൻ സഞ്ചാരത്തിൻ്റെ ആദ്യകാലത്ത് പറഞ്ഞ കമൻറ്റുകളോ അല്ലെങ്കിൽ എൻ്റെ നിരീക്ഷണങ്ങൾക്കോ ഒന്നും ഇപ്പോൾ ഒരു പ്രസക്തിയില്ലാത്ത മട്ടിൽ പോലും മാറിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും ബെറ്റർ ഓഫ് കോഴ്സ്. നമ്മുടെ ഹൈവേകൾ, ഞാൻ 97 കാണുന്ന റോഡ് എന്ന് പറഞ്ഞാൽ ടാറ് നമ്മളെല്ലാം കൂടെ വഴിയിൽ നിന്ന് വറചട്ടിയിൽ ഉരുക്കിയെടുത്ത് ചുവന്നു കൊണ്ടുപോയി അല്ലേ നിരത്തിയിട്ട് റോഡ് റോളർ ഉരുട്ടുന്ന സാധനത്തിൽ നിന്നായിരുന്നല്ലോ 97 നമ്മൾ വർത്താനം പറയുന്നത്. അന്ന് ഞാൻ നേപ്പാളിൽ പോകുമ്പോൾ ഈ ഇന്നത്തെ BMBC ടാറിങ് നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാൻ അത്ഭുതത്തോടെ പറഞ്ഞു, ഇത് കണ്ടില്ലേ യന്ത്രമാണ് ഇവിടെ ടാർ ചെയ്യുന്നത്, അതിൻ്റെ പെർഫെക്ഷൻ റോഡിനുണ്ട്, കുറുക്കമില്ല എന്നൊക്കെ പറഞ്ഞു. അത് ഇനിയിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല, അതൊക്കെ ഇവിടെ ആയിക്കഴിഞ്ഞു. ഇവിടുത്തെ ഏത് പഞ്ചായത്ത് റോഡ് പോലും ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ടെക്നോളജി, അവിടെയുള്ള ഫെസിലിറ്റികൾ, ഇതെല്ലാം നമ്മൾ വികസിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലെന്നേ ഉള്ളൂ. തിരുത്തേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഉള്ളൂ. അതിനർത്ഥം നമ്മുടെ നാട് ഏറ്റവും പുറകിലൊന്നുമല്ല. എന്റെ ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയെ പറ്റിയുള്ള മറ്റുള്ളവരുടെ പെർസെപ്ഷൻ. ഇപ്പൊ 97 ഒരു ഇന്ത്യക്കാരനായിട്ട് താങ്കൾ വെസ്റ്റിൽ ചെല്ലുമ്പോൾ ഉള്ള അതേ രീതിയിലാണോ ഇപ്പൊ 2023 താങ്കൾ വെസ്റ്റിലോ സെയിം രാജ്യത്ത് ചെല്ലുമ്പോൾ ഇന്ത്യക്കാരെ പറ്റിയുള്ള അവരുടെ പെർസെപ്ഷനിൽ മാറ്റം വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മുമ്പോട്ട് തന്നെ പോവുകയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യ വലിയൊരു സാമ്പത്തിക ശക്തിയാണെന്നറിയാം. ഇന്ത്യയെക്കുറിച്ചുള്ള ഇവരുടെയൊക്കെ ആക്ഷേപം ഇതേ ഉള്ളൂ, ഡിസിപ്ലിൻഡ് അല്ലാത്ത ജനങ്ങളാണ്. ജനങ്ങളൊട്ടും സോഫിസ്റ്റിക്കേറ്റഡ് അല്ല, സിസ്റ്റമാറ്റിക് അല്ല, പ്രൊഫഷണൽ അല്ല. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ അറിയാമല്ലോ, ഒരു ട്രാഫിക് ജംഗ്ഷൻ്റെ ആകാശത്തുള്ള ഫോട്ടോ കാണിച്ചിട്ട് ഇതാണ് ഇന്ത്യ, തലങ്ങും വിലങ്ങും ഓട്ടോറിക്ഷയും എല്ലാവരും അങ്ങനെ ഓടും. ഒരു നമ്മൾ ലൈറ്റൊന്നും നമുക്കൊരു വിഷയമല്ല, നമുക്ക് എതിലേ വേണമെങ്കിലും കയറ്റിക്കൊണ്ട് പോകാം എന്നൊക്കെയുള്ള ആ ഒരു സാധനമാണ് ഇന്ത്യയെക്കുറിച്ച് പുറത്തുള്ളത്. അതായത് ഡിസിപ്ലിൻഡ് അല്ല, സിസ്റ്റമാറ്റിക് അല്ല, പ്രൊഫഷണലിസം. എല്ലാം മാലിന്യയിലൂടെ ഇടും, എവിടെ വേണേലും മുറുക്കിത്തുപ്പും, എവിടെ വേണേലും മൂത്രമൊഴിക്കും, എവിടെ വേണേലും നാറ്റം ഉണ്ടാകാം. എന്നാൽ ഇന്ത്യ ആസ് എ മാർക്കറ്റ്, ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു, ഇന്ത്യ ആസ് എ മാർക്കറ്റ്, ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണെന്ന് ഇവർക്കൊക്കെ അറിയാം. അതിൻ്റെ ബഹുമാനം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യൻ എക്സ്പ്രസ് ഏറ്റവും വിൽക്കുന്ന ഒരു സ്കൂളുണ്ടെന്നിരിക്കട്ടെ, അവരോട് നിങ്ങൾക്കൊരു ആദരവ് ഉണ്ടാവില്ലേ? അവിടുത്തെ പിള്ളേർക്ക് മുട്ടയെ കിട്ടുന്നെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പത്രം വിൽക്കുന്ന ഒരു സ്കൂളിനോടൊരു സ്നേഹം ഉണ്ടാവുമല്ലോ. അല്ല, അതാണ് പ്രധാന സാധനം. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആദരിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയുമാണ്. അല്ലാതെ സാമ്പത്തിക ശക്തി, സൈനിക ശക്തി, ടെക്നോളജിയിൽ നമ്മൾ വളർത്തുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതായത് ഇന്ത്യക്കാരോടുള്ള സ്നേഹമാണ് നമ്മളിത് കൂട്ടണ്ട, അതുകൊണ്ട് ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ നമ്മൾ എത്ര കണ്ട് ടെക്നോളജിക്കലി, നമ്മൾ എത്ര കണ്ട് സൈനികപരമായി, നമ്മൾ എത്ര കണ്ട് സാമ്പത്തികമായി വളരുന്നു, നമ്മളുടെ മാർക്കറ്റ് എത്ര കപ്പാസിറ്റി ഉള്ളതായി വളരുന്നു, അതൊക്കെ ഇവർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഉള്ള ചർച്ച എന്താണെന്ന് സാധാരണക്കാരൻ കേൾക്കുന്നില്ല. ഇവർ നയതന്ത്രം എന്ന് പറയുന്നതിൽ വലിയൊരു ശതമാനം അമേരിക്കക്കാരൻ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത് എന്തായിരിക്കും? കൂടുതലും ആപ്പിളിന് ഇത്ര മാർക്കറ്റ് തുറന്നു കൊടുക്കണം. അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ പ്രചാരകൻ അമേരിക്കൻ പ്രസിഡന്റ് തന്നെയായിരിക്കും എപ്പോഴും. അതാണ് ബുദ്ധി. അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ വന്ന് വേറെ ഒന്നും ആവശ്യപ്പെടില്ല, ഒറ്റ കാര്യം ഇന്ത്യൻ പ്രസിഡന്റ് ആവശ്യപ്പെടുള്ളൂ, പറ്റുന്നത്ര അമേരിക്കൻ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തരണം, പകരം നിങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ തരാം. സൈനികമായ സപ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ UN നിങ്ങളെ കൈയടിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ. അമേരിക്കൻ പ്രസിഡന്റ് പ്രാക്ടിക്കലാണ്. അമേരിക്ക എന്ന രാഷ്ട്രം നിൽക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? അമേരിക്ക എന്ന രാഷ്ട്രം ഉൽപ്പാദിപ്പിക്കുന്ന, ആ ഗവൺമെൻറ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിൻ്റെ പേരിലല്ല. അമേരിക്കയിലെ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വരുമാനമാണ് അമേരിക്കയുടെ ശക്തി. ആപ്പിൾ ഒരു ഫോൺ ഇന്ത്യ വിൽക്കുമ്പോൾ നമ്മൾ അമേരിക്കയെ എതിർക്കുന്ന ഏറ്റവും അധികം വാചാലമായി കവലയിൽ പ്രസംഗിക്കുന്നയാളും ഐഫോൺ ഒരെണ്ണം മേടിക്കുമ്പോൾ അതിൽ 1.25 ലക്ഷം രൂപയുടെ ഒരു 25 ലക്ഷം രൂപയെ അമേരിക്കൻ സർക്കാരിന് കൊടുക്കുക. ഇതറിയാതെയാണ് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. നമ്മളൊരു ഇൻ്റൽ പെൻറ്റിയം അല്ലെങ്കിൽ ഒരു പ്രോസസ്സർ ഉള്ള ഒരു കമ്പ്യൂട്ടർ മേടിക്കുമ്പോൾ അമേരിക്കയെ എതിർക്കുന്നയാൾ കമ്പ്യൂട്ടർ മേടിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് സംഭാവന ചെയ്യുകയാണ് പൈസ. അപ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ, അമേരിക്ക പേറ്റൻ്റ് എടുത്തതാണ് എയർ കണ്ടീഷണർ മുതൽ ഓട്ടോമൊബൈൽ മുതലുള്ള ബഹുഭൂരിപക്ഷം മേഖലകളും. അതിൽ ഏതൊരു പ്രോഡക്റ്റ് പുറത്തിറങ്ങുമ്പോഴും ആ പേറ്റൻറ്റിൻ്റെ ബലത്തിൽ 100 കൊല്ലോ 120 കൊല്ലം മുമ്പ് എഡിസൺ എടുത്ത പേറ്റൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശാസ്ത്രജ്ഞൻ എടുത്ത പേറ്റൻ്റ് ആയിരിക്കാം. ഈ പേറ്റൻ്റെ പേരിൽ ഇപ്പോഴും നമ്മൾ കാശ് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞത് വലിയ തോതിൽ ഇന്ത്യക്കാർ പല കാര്യങ്ങളിലും മിടുക്കരാണെന്ന്. ഇപ്പോൾ സ്പേസ് ടെക്നോളജി, നമ്മൾ ഏറ്റവും നല്ല ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് ലോഞ്ചർ ആയിട്ട് നമ്മുടെ ISRO മാറിക്കഴിഞ്ഞു. ഇപ്പോൾ സിംഗപ്പൂർ മുതൽ പല കിഴക്കനേഷ്യൻ രാജ്യങ്ങളും ഇന്ത്യയിലാണ് ആശ്രയിക്കുന്നത്. കാരണം നമ്മുടെ ഫെയിലിയർ റേറ്റ് വളരെ കുറവാണ്, നമ്മുടെ പരാജയ റേറ്റ് വളരെ കുറവാണ് ISROയുടെ റോക്കറ്റ് ലോഞ്ചുകളിലെല്ലാം. അതുപോലുള്ള ടെക്നോളജികളിൽ നമ്മൾ മിടുക്കരാണ്.
അതുപോലെ തന്നെ IT പ്രൊഫഷണൽസ് ലോകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന സംഭാവന ചെയ്യുന്നത് നമ്മളായിരിക്കും. എന്നാൽ IT കമ്പനികൾ ലോകോത്തരമായി ഇനിയും വളരേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നിടത്ത് കുറേ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു സംശയവും വേണ്ട, 97-ലെ ഇന്ത്യ അല്ല ഇന്ന് ഞാൻ സഞ്ചരിക്കുമ്പോഴുള്ള ഇന്ത്യ. അതേപോലെ നമ്മൾ ഒരു പൊതുവെ പറയുന്നത് ചന്ദ്രനിൽ പോയാലും മലയാളിയെ കാണാമെന്നുള്ളൊരു ചൊല്ലുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? താങ്കൾ ഒരുപാട് സ്ഥലത്ത് സഞ്ചരിച്ചു. അത് വാസ്തവം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇപ്പോൾ മലയാളി ചെല്ലാത്ത സ്ഥലങ്ങളില്ല. കാരണം നമ്മളിപ്പോൾ കാണുന്നത് കാനഡയിലേക്ക് പോയി, അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോയി, അമേരിക്കയിലേക്ക് പോയി, UK പോയി എന്നായിരിക്കും. പക്ഷേ അവിടെ നിന്ന് ഇവർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ UK പോയ ഒരാൾ അവിടുത്തെ കമ്പനിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ നോർത്ത് പോളിലായിരിക്കും അവൻ്റെ പ്രവർത്തന മേഖല, അങ്ങോട്ട് അയക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ UK പോയ ആൾ UK തന്നെ ജീവിക്കുകയല്ല. അവനൊരു സയൻറ്റിസ്റ്റ് ആണെങ്കിൽ അവനെ ദക്ഷിണ ധ്രുവത്തിൽ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അവനെ വിടുക. അപ്പോൾ ആ കൂടെ ഒരു മലയാളി ഉണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെ മലയാളികൾ കണ്ടമാനം കേരളത്തിൽ നിന്ന് കയറിപ്പോകുന്നത് കൊണ്ട് കേരളത്തിന് നഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിലും അവർ ലോകത്തിലെ എല്ലാ പ്രവർത്തന മേഖലയിലും എത്തിച്ചേരുന്നുണ്ട്. നാസയിലുള്ള മലയാളികളുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ട്. ഞാനിപ്പോൾ പോയ മിക്കവാറും സ്ഥലത്ത് ഇപ്പോൾ ഞാനൊരു അറിയിപ്പ് കൊടുത്തിട്ട് ചെന്നാൽ എനിക്ക് അറിയാം അവിടെ എല്ലാ മലയാളികൾ കണ്ടുമുട്ടാൻ എനിക്ക് പറ്റിയേനെ. ഈ ചൊല്ലിനൊരു 10-50 വർഷം പഴക്കമുണ്ടാവാം. മലയാളിയെ കാണുന്നുണ്ട്. അതെ. അതിപ്പോ മലയാളിയുടെ ഒരു സഞ്ചാര ത്വര അതാണോ കാണിക്കുന്നത്, അത് വേറെ എന്തെങ്കിലും ആണോ? അല്ല, അവസരം തേടിയുള്ള ഒരു യാത്ര. അന്നും എനിക്ക് തോന്നുന്ന കേരളത്തിൽ അത്ര അവസരങ്ങളില്ല എന്ന് മലയാളി ചിന്തിച്ചിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നു. അതാണ് രസം. അവസരങ്ങൾ തേടിയാണല്ലോ ഈ യാത്ര. നമ്മൾ ഇതൊന്നും സഞ്ചാരിയായിരുന്നെങ്കിൽ ഞാൻ അമേരിക്കയിൽ ചെന്നിട്ട് എൻ്റെ ചില ബന്ധുക്കളെ വേൾഡ് ട്രേഡ് സെൻറ്റർ നിന്ന സ്ഥലം കൊണ്ട് ഞാൻ കാണിക്കേണ്ടി വരില്ലായിരുന്നു. അവർ ആ വഴിക്ക് പിന്നെ പോയിട്ടില്ല. പണ്ടെന്തോ ആദ്യം ചെന്നപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്ററിന് മുകളിൽ കയറിയതാണ്. ഇത് തകർന്നു വീണതിന് ശേഷം അതൊന്ന് കാണണമെന്ന് തോന്നിയിട്ടില്ലാത്ത സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവിടെ. അപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനെ എക്സ്പ്ലോറേഷന് ഇപ്പോൾ പല സ്ഥലത്തും ഞാനാണ് വഴി കാണിച്ച് പലയിടത്തും കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഫ്ലോറിഡയിൽ ചെല്ലുമ്പോഴൊക്കെ അവിടെയൊക്കെ മലയാളികളുണ്ട്. പക്ഷെ അവരൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അവർ ജോലിസ്ഥലം, വീട് ജോലിസ്ഥലം, പിന്നെ എങ്ങാനും സുഹൃത്തുക്കളൊക്കെ ചേർന്ന് വീക്കെൻഡിൽ എവിടെയെങ്കിലും ഒന്ന് ഒത്തുകൂടിയെങ്കിലായി. അതും ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലാണ്.